മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹോസ്പിറ്റലിൽ പ്രതാപനെ കാണാനെത്തുന്ന കണ്ണനെ മഹിയാണെങ്കിൽ വിളിക്കുന്നു. എന്നിട്ട് നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അതേസമയം ഞാൻ ഹോസ്പിറ്റലിലാണ്, പ്രതാപനെ കാണാനായിട്ട് വന്നതാണെന്നും അയാൾക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്നെല്ലാം പറയുന്നത് കേട്ട് മഹി ആകെ ഞെട്ടിത്തെറിച്ച് പോകുന്നു. പിന്നീട് ഫോൺ വെച്ചതിന് ശേഷം മഹിയുടെ ടെൻഷൻ കണ്ട് ലേഖ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് മഹി ഇത്ര ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പ്രതാപനെ കാണാനായിട്ട് കണ്ണേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, അയാൾക്ക് എന്തോ കണ്ണേട്ടനോട് പറയണമെന്നാണ് പറയുന്നത്. സുഖമില്ലാതെ കിടക്കുന്ന അയാൾ എന്ത് കണ്ണേട്ടന് ചെയ്യാനാണ്? പിന്നെ അതുമല്ല, കണ്ണേട്ടന് അറിയാവുന്നൊരു ഹോസ്പിറ്റലല്ലേ, പിന്നെ എന്തുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ലല്ലോ മഹി എന്നെല്ലാം ലേഖ പറയുന്നത് കേട്ട് മഹിക്ക് ടെൻഷനൊന്നും ഒഴിയുന്നില്ല. പ്രതാപനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന ഉണ്ണിയെ കരുണ തടയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല ഉണ്ണിയേട്ടാ, അച്ഛനാണെങ്കിൽ ഇപ്പോൾ എന്തൊക്കെയോ ഓർമ്മയില്ലാതെ പറയുന്നൊക്കെയുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ ഉണ്ണിയേട്ടനാകെ ദേഷ്യവും, അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ, ഞാൻ ഡോക്ടറെ വിളിച്ചിരുന്നു, അയാളാണെങ്കിൽ ആരെയൊക്കെ കൊന്നെന്ന് പറഞ്ഞു പിച്ചും പേയും പറയുകയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരുപക്ഷെ എൻ്റെ അച്ഛനെങ്ങാനും ആയിരിക്കും അയാൾ കൊന്നിരിക്കുന്നതെന്ന് പറയുന്നത് കേട്ട് കരുണയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നു. കരുണ പറയുന്നുണ്ട്, അത് ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ കൊന്നെന്നും അതുപോലെ മറ്റുള്ളവരെ കൊന്നെന്നും എല്ലാം വിളിച്ച് പറയും, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോകണ്ട എന്ന് പറയുന്നതെന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ശരിയാണെന്ന്, അങ്ങനെയാണെങ്കിൽ പിന്നീട് ആകാമെന്ന് പറഞ്ഞ് ഉണ്ണി ആ കാര്യത്തിൽ നിന്നും മാറുന്നു. പിന്നീട് ലേഖയാണെങ്കിൽ അനന്തുവിനോടായിട്ട് പറയുന്നുണ്ട്, മഹിക്ക് എന്തോ കാര്യമായിട്ട് എന്തോ ടെൻഷനുണ്ട് അനന്തുവേട്ട, അതുകൊണ്ട് മഹിക്ക് എന്താണ് കാര്യമെന്ന് മഹി പറയാതെ നമ്മൾ എങ്ങനെയാണ് ഇതെല്ലാം അറിയുന്നതെന്ന് പറയുമ്പോൾ, ഈ സമയത്ത് മഹി ഇത്ര ടെൻഷൻ അടിക്കുന്നത് നല്ലതല്ല എന്ന് അനന്ത് പറയാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരികയാണ് നമ്മുടെ കണ്ണനെ കാണുന്നതും ലേഖ പറയുന്നുണ്ട്, മഹിക്ക് എന്താണെന്നറിയില്ല കണ്ണേട്ട, പുറത്തു പോയി വന്നതിന് ശേഷം വളരെ ടെൻഷനാണ്, എന്താണ് കാര്യമെന്ന് ഇതുവരെ മഹി ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് കേട്ട് മഹി പെട്ടെന്ന് ടെൻഷൻ ആകുന്നുണ്ട്. കാരണം കണ്ണേട്ടൻ എന്തെങ്കിലും ചോദിക്കുമോ എന്നുള്ള ഭയത്തിലാണ് മഹി, എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നതെന്നൊക്കെയുള്ള ഒരു ഭയമാണ് മഹിക്ക്. അങ്ങനെ കണ്ണൻ ചോദിക്കുന്നുണ്ട്, തനിക്ക് എന്ത് പറ്റിയെന്നെല്ലാം കണ്ണൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മഹി പറയുന്നുണ്ട്, അയാളെ കാണാൻ പോയിട്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പറയാം. അയാളെ കാണാൻ പോയിട്ട് അയാളുടെ അമ്മയാണെങ്കിൽ എന്നെ അയാളെ കാണാനായിട്ട് സമ്മതിച്ചില്ല, നിങ്ങളുടെ മോൻ എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നതെന്ന് കണ്ണൻ പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അവനിക്കൊന്നും സംസാരിക്കാനില്ല, വെളിവും ബോധമില്ലാതെ അവൻ എന്തെങ്കിലും വിളിച്ചു പറയുന്നത് കേൾക്കേണ്ട കാര്യം നിനക്കില്ല, നീ അവനെ ഒരിക്കലും കാണേണ്ട ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ കണ്ണൻ്റെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട്, നീ ഇവിടെ നിന്ന് പൊക്കോ, അവൻ ICUവിലാണ്, അതുകൊണ്ട് അവനോടൊന്നും സംസാരിക്കേണ്ട കാര്യം നിനക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണനെ മുത്തശ്ശി അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ മഹിയോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്. ഇത് കേട്ട എല്ലാവരും പറയുന്നുണ്ട്, എന്തുകൊണ്ടായിരിക്കും അവരെ കണ്ണേട്ടനെ കാണിക്കാതെ മാറ്റി നിർത്തിയതെന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും, എന്താണെങ്കിലും 2 ദിവസം കഴിയുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്, അന്നേരം എനിക്ക് എന്താണെന്ന് മനസ്സിലാകുമല്ലോ എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. വീണ്ടും ടെൻഷൻ അടിക്കുന്നുണ്ട് നമ്മുടെ മഹി. പിന്നീട് പ്രതാപനാണെങ്കിൽ കരുണയെ അങ്ങോട്ട് വിളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ പ്രതാപനെ കാണാനായിട്ട് എത്തുന്നു. അങ്ങനെ കരുണയോടായിട്ട് പ്രതാപം പറയുന്നുണ്ട്, ഈ സംഭവം നടന്നിട്ട് ഒരു 20 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. അതിനു മുമ്പ് നിൻ്റെ അച്ഛനാണെങ്കിൽ ഒന്നുമില്ലാത്ത ഒരാളായിരുന്നു, അയാളാണെങ്കിൽ കൊല്ലും കൊലയും കൊട്ടേഷൻ ഏറ്റെടുത്തുമൊക്കെയായിരുന്നു അന്ന് ജീവിച്ചിരുന്നത്, അങ്ങനെയാണ് കാശുകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ എന്നെ ജയിലിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാളും എൻ്റെ കൂടെ ഉണ്ടാവുമെന്നെല്ലാം കരുണയോട് പറയുമ്പോൾ ഇത് കേട്ട് കരുണയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതുവരെ നമ്മൾ കണ്ണനെയും ഉണ്ണിയെയും എല്ലാം തടഞ്ഞു നിർത്തി, പക്ഷേ എപ്പോഴാണെങ്കിലും അവർ സത്യം അറിയും, അതുകൊണ്ട് നിൻ്റെ ദാമ്പത്യ ജീവിതം തന്നെയായിരിക്കും ഇനി ഇല്ലാതാകാൻ പോകുന്നത്. മഹാലക്ഷ്മിക്കാണെങ്കിൽ കണ്ണൻ്റെ സ്വത്തും മുതലുമെല്ലാം കിട്ടിക്കഴിഞ്ഞു, നിനക്കാണ് ഒന്നുമില്ലാത്തത്, നീയാണ് പാപ്പരായി പോകുന്നത്, അതുകൊണ്ട് നിൻ്റെ കുടുംബം തന്നെ ഇല്ലാതായി പോകുമെന്നെല്ലാം വാമം പറയുന്നത് കേട്ട് കരുണയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം ഞാൻ എല്ലാവരുടെയും മുന്നിൽ അഹങ്കരിച്ച് നടന്നിരുന്നതായിരുന്നു, എൻ്റെ അച്ഛന് ഒരുപാട് സ്വത്തും മുതലും എല്ലാം ഉണ്ട്, പക്ഷേ ഉണ്ണിയേട്ടൻ്റെ മുന്നിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം ആ കാര്യം പറഞ്ഞ് ഉണ്ണിയേട്ടനെ വെറുതെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്, അതിനെല്ലാമുള്ള ഒരു ശിക്ഷയായിട്ടാണോ ദൈവമേ എനിക്കിപ്പോൾ ഇങ്ങനെയെല്ലാം വന്ന് ചേർന്നതെന്നെല്ലാം കരുണ ആലോചിക്കുന്നു. പിന്നീട് മഹാലക്ഷ്മി ആണെങ്കിൽ മോഹിനിയെ കാണാനായിട്ട് എത്തുന്നുണ്ട്. എന്നിട്ട് മോഹിനിയോടായിട്ട് പറയുന്നുണ്ട്, എല്ലാം തലതിരിഞ്ഞാണല്ലോ അമ്മ ഇപ്പോൾ വന്നിരിക്കുന്നത്, അയാളെയും കരുണയെയും മുത്തശ്ശിയെയും നമ്മളാണ് പേടിപ്പിച്ച് നിർത്തിയിരുന്നത് ഇത്രയും നാൾ, പക്ഷേ ഇപ്പോൾ നമ്മളെയാണല്ലോ അവർ പേടിപ്പിക്കുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ മോഹിനിയുടെ മുന്നിൽ ആകെ സങ്കടപ്പെടുന്നുണ്ട്. മോഹിനി പറയുന്നുണ്ട്, മോള് പറയുന്നത് ശരി തന്നെയാണ്, ഇപ്പോൾ എല്ലാം തലതിരിഞ്ഞ് വന്നിരിക്കുകയാണ്, ഇതിനി കണ്ണനെങ്ങാനും അറിയാനിടയായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യത്തിൽ തന്നെ ഒരു വിള്ളലുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് ഇനി എന്ത് ചെയ്യും മോളെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മോഹിനിയും ആകെ ടെൻഷൻ അടിക്കുകയാണ്.
പിന്നീട് തിരിച്ച് ലേഖയുടെ വീട്ടിലെത്തുന്ന മഹിക്കാണെങ്കിൽ ലേഖയെ കാണുന്നതും വളരെ ടെൻഷനാകുന്നു. അങ്ങനെ ലേഖ ചോദിക്കുന്നുണ്ട്, എന്താണ് മഹി നിനക്ക് ഇത്ര വലിയ ടെൻഷൻ, എന്തുണ്ടെങ്കിലും നിനക്ക് ഞങ്ങളോട് തുറന്ന് പറയാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇനി നിങ്ങളോട് ഞാൻ മറച്ചു വെക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ എല്ലാ സത്യങ്ങളും നിങ്ങളോട് തുറന്നു പറയുക എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹിയാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ലേഖയോടും അനന്തുവിനോടായിട്ട് പറയുന്നുണ്ട്. ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും കണ്ണേട്ടന് അറിയില്ല, അതുകൊണ്ട് കണ്ണേട്ടൻ ഇതറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ഈ സത്യം തുറന്നു പറയാതിരുന്നതെന്നെല്ലാം മഹി പറയുന്നത് കേട്ട് അനന്ത് പറയുന്നുണ്ട്, കണ്ണനോട് ഞാൻ എങ്ങനെയെങ്കിലും ഈ കാര്യം പറഞ്ഞോളാം, അതുകൊണ്ട് മഹി അതോർത്ത് വിഷമിക്കേണ്ട, ഇനിയെങ്കിലും സമാധാനമായിട്ടിരിക്കുന്നെല്ലാം പറഞ്ഞ് അനന്തുവാണെങ്കിൽ മഹിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.